ഇറാനുമായി പിടിച്ചു നിൽക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അമേരിക്കയുടെ അത്യാധുനിക ആയുധ ശേഖരം കൂടുതലായി തന്നെ തീരുകയാണ് ചെയ്തത്. സൈനിക ശേഷിയിൽ കടുത്ത ആശങ്കയാണ് ഇപ്പോൾ പെന്റഗൺ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന സൈനിക നീക്കം അമേരിക്കയുടെ ആയുധ ശേഖരത്തെയും യുദ്ധശേഷിയെയും പോലും ഗുരുതരമായി തന്നെ ബാധിക്കുന്നു. ഫെബ്രുവരി അവസാനം ആരംഭിച്ച കടുത്ത പോരാട്ടത്തിൽ അത്യാധുനിക മിസൈലുകൾ വ്യാപകമായി തന്നെ ഉപയോഗിച്ചതിനാൽ തന്നെ അമേരിക്കയുടെ ആയുധപുരകളിൽ വലിയ കുറവുണ്ടായതായി തന്നെയാണ് പെന്റഗൺ വിലയിരുത്തുന്നത്. ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികളുമായുള്ള ആ ഒരു ഭാവിയിലെ സാധ്യമായ ഏറ്റുമുട്ടലുകൾക്കായി തന്നെ കരുതി വെച്ചിരിക്കുന്ന ആയുധങ്ങളാണ് ഇറാനിൽ പ്രയോഗിക്കേണ്ടി വന്നത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് അമേരിക്കയുടെ ദീർഘകാല സൈനിക സുരക്ഷയെ ബാധിക്കുമെന്ന ആശങ്ക കൂടുതലായി തന്നെ ഉയർത്തുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ചൈനയുമായുള്ള യുദ്ധം ലക്ഷ്യമിട്ട് നിർമ്മിച്ച 1100 JASSM-ER ക്രൂയിസ് മിസൈലുകൾ ഇതിനോടകം തന്നെ അമേരിക്ക ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ US ശേഖരത്തിൽ 1500 എണ്ണം മാത്രമാണ് ശേഷിക്കുന്നതെന്നതാണ് റിപ്പോർട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ തന്നെ 1000-ലധികം ടൊമാഹോക്ക് ക്രൂയിസ് മിസൈലുകളും വിക്ഷേപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെല്ലാം ഉപരിയായി തന്നെ ഇപ്പോൾ ഫെബ്രുവരി അവസാനം ഇറാനിൽ ആരംഭിച്ച ഇസ്രായേൽ US വ്യോമാക്രമണങ്ങൾക്ക് 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.